ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അച്ഛനൊക്കെ പോകുന്നത് പള്ളിയിൽ പെരുന്നാൾ കാണാനായിട്ടോ. അമ്മയുണ്ട്, അമ്മ അവിടെ പള്ളിയിൽ വരാമെന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേര് പള്ളിയിലൊക്കെ എത്തി. ഞങ്ങൾ 3 പേരോട്ടോ പള്ളിയിൽ എപ്പോഴും പോവില്ല. ചേട്ടൻ അങ്ങനെ വരാറില്ല. ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം വരൽ കുറവാണ്. ഇതാട്ടോ ഫ്രണ്ട് വശം പള്ളീൻ്റെ കവാടം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മഞ്ഞുമാതാവിൻ്റെ പള്ളിയിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. കടക്കാരൊന്നും അധികം വന്നിട്ടില്ല. കച്ചവടക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ആയിട്ടുള്ളൂ. ഇവിടെ 5-ാം തീയതി പെരുന്നാൾ തുടങ്ങിയിട്ട് കൊടിയേറി കഴിഞ്ഞാൽ 15-ാം തീയതി വരെയാട്ടോ പെരുന്നാൾ. 15-ാം തീയതി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഒരു 10-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും ഒരുപാട് തിരക്ക് വരുന്നതും കച്ചവടക്കാർ വരുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് വശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 മാതാവ് ഇങ്ങനെ നമ്മളെ കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി. അപ്പോൾ അമ്മ മെഴുകുതിരി മേടിച്ചു അവിടെ കത്തിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ നടന്ന് അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ നോക്കി. പള്ളിയിൽ എന്തോ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് വശത്തെത്തി. ഇത് ഫ്രണ്ട് വശമല്ല കേട്ടോ, ശരിക്കും പുറകു വശമാണ്. ഇവിടെയാണ് ഫ്രണ്ട് വശം. ഇതാണ് പള്ളിയുടെ ശരിക്കുള്ള ഫ്രണ്ട് വശം കേട്ടോ. ആൾക്കാർ വരുമ്പോൾ അപ്പുറത്ത് കൂടിയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കറങ്ങിയ പള്ളിയിൽ പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ ഇതേ പള്ളിയിൽ അകത്തൊക്കെ കയറിയിരുന്നു. അച്ഛനകത്ത് കയറിയിരുന്നു, കുറച്ച് നേരം അകത്തൊക്കെ കയറിയിരുന്നു. അങ്ങനെ അമ്മ അവിടെ പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ വെച്ചു. മെഴുകുതിരി കത്തിച്ചില്ല കേട്ടോ അമ്മ അവിടെ നേർച്ചയായിട്ട് വെക്കലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അച്ഛനും അമ്മയും പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ കയറിയിട്ടില്ലായിരുന്നു, അച്ഛനും അമ്മയും മാത്രമേ കയറുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ കാണാനൊക്കെ ഇറങ്ങി, ഇങ്ങനെ ചുറ്റും നടന്ന് കാണാനൊക്കെ ഇറങ്ങിയിട്ടാ. ഇതാണ് കേട്ടോ ആദ്യത്തെ മഞ്ഞുമാതാവിൻ്റെ പള്ളി. ഇത് 1662 കേട്ടോ. അങ്ങനെ അവർ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിവിടെ കാഴ്ചയൊക്കെ കണ്ട് നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അങ്ങനെ ഒരു കടയിലൊക്കെ കയറി അമ്മ സ്പൂണൊക്കെ വാങ്ങി. 30 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കടയിൽ. ഏതെടുത്താലും 30 രൂപ അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മ കുറച്ചൊക്കെ വാങ്ങി. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് വന്നപ്പോൾ പാനിപ്പൂരിൻ്റെ ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു പിന്നെ കഴിക്കാമെന്ന്. അങ്ങനെ അത് വാങ്ങി. എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ്. പക്ഷേ അച്ഛനാകെ ഒരെണ്ണേ കഴിച്ചുള്ളൂ. അച്ഛൻ ഒരെണ്ണം കഴിച്ചപ്പോഴത്തേനും അച്ഛന് വേണ്ട, ഇഷ്ടമായില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ അങ്ങനെ അമ്മയും കൂടി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ വിഭാഗങ്ങൾ കണ്ട് വന്നപ്പോൾ ഞങ്ങൾ ചെടിക്കട കണ്ടു കേട്ടോ. പൂക്കൾ, പലതരം പൂക്കളൊക്കെ വെച്ചിട്ടുള്ള വിത്തുകളും ഉണ്ട് അവിടെ. വിത്തുകൾ ഞങ്ങൾ നോക്കിയില്ല, പൂക്കളാണ് നോക്കിയത്. അങ്ങനെ അമ്മ ഒരു ചെടിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മക്ക് ഒത്തിരി ഇഷ്ടമായൊരു ചെടിയാണത്, ജമന്തി. എന്നിട്ട് ഞങ്ങൾ വാങ്ങിയില്ല. അത് ഒരെണ്ണമായിട്ട് തരാൻ പറ്റത്തില്ല, 4 എണ്ണമായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ റോസൊക്കെ കണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് ചെടി എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മയുടെ സമ്മാനമായിട്ട് ചെടി വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് റോസ ചെടിയൊക്കെ വാങ്ങിത്തന്നു. അങ്ങനെ ഞങ്ങൾ ചെടിയൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. വീണ്ടും നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു. കുറേ കടകളൊക്കെ കയറി ഇറങ്ങി, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ കുറച്ച് നേരം പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ ഞാനും അമ്മയും അച്ഛനോട് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഫുള്ള് കഴിഞ്ഞിട്ടല്ല, കുറച്ച് നേരം കേട്ടിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ വീട്ടിൽ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കയ്യിലൊക്കെ കിറ്റുകളൊക്കെ ആയിട്ട് എടുത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.